എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും അച്ഛാ, മണവാട്ടിയായ കുയിലേ കനിവിൻ്റെ പാട്ടുമൂളൂ. ഷാജി അച്ഛാ, എന്നാ പോണേ? അച്ഛൻ ഈ ബൈബിള് പിടിച്ചോണ്ട് സിനിമാ പാട്ട് പാടണ എന്താ? സിനിമാ പാട്ടല്ല പോണി, മുഴുവൻ കേൾക്കുന്നേ. മണവാട്ടിയായ കുയിലേ കനിവിൻ്റെ പാട്ടുമൂളൂ, മയിൽ പോലെ എൻ്റെ ഉള്ളിൽ, സിനിമാ പാട്ട് പോലിരിക്കുന്നല്ലേ, അലിവിൻ്റെ പീലി വീശു, മാലാഖമാർ വീണകൾ മീട്ടിപ്പാടുന്നു, പ്രിയഗാനം പോലെ നീ നിന്നിൽ ചേരുമ്പോൾ, ഇരുഹൃദയങ്ങൾ തിരുഹൃദയത്തിൽ ചേക്കേറുന്നൊരു മനമായി. ലലലാലലാലലാല. സിനിമ പാടാണോ? സിനിമാ പാട്ടല്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കുടുംബഗീതമാണ്. കുടുംബഗാനത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കൊക്കെ അപ്പുറം. ഞാൻ ഉത്തമഗീതം വായിച്ചുകൊണ്ടാണ് പാടിയത്, അല്ലാതെ ഞാൻ ചുമ്മാ സിനിമ പാട്ടൊന്നും പാടി. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. അതായത് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റൊന്നുമല്ല, തെറ്റിദ്ധരിച്ച ശരി തന്നെ. എന്നാന്ന് വെച്ചാൽ എന്നോടൊരിക്കൽ ഒരു കൊച്ചു വന്ന് ചോദിച്ചു, അച്ഛാ ഈ ഉത്തമഗീതം ആരായി ബൈബിളിൽ ചേർത്തതെന്ന്, നിൻ്റെ സ്ഥാനങ്ങൾ അങ്ങനെയാണ്, കുന്തം ഇങ്ങനെയാണ്, കുറച്ചൊക്കെ സമയത്ത് വായിക്കാൻ പറ്റുമോ? പിന്നെ എൻ്റെ പൊന്നച്ചോ, ഞാൻ SMS ഒക്കെ ഇട്ടപ്പോൾ ഞാൻ പ്രേമിക്കുന്നവൻ ഇച്ചിരിയാക്കി ഇതിൻ്റെ അറ്റവും മൂലയൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന്. ഞാനീ പറഞ്ഞതേ, എനിക്ക് ഇത് പഠിക്കാനൊരു ഭാഗ്യം കിട്ടി. ഈ ടെസ്റ്റ് അല്ലേ, ഈ ഉത്തമഗീതം പഠിക്കാനും ഈ ഫാമിലി തിയോളജി പഠിക്കാനും എൻ്റെ ബോണി ശരിക്കും നമുക്ക് കുളിര് കോരിപ്പോ. എന്നാണെന്നറിയാമോ, ഈ സീനായി മലയിൽ ഉടമ്പടി നടന്നു എന്നൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത്. അത് ദൈവവും ജനവും തമ്മിലുള്ള വിവാഹമാണ് എന്ന അർത്ഥത്തിൽ ഹോസിയ പറയുന്നത്. ഇസ്രായേലേ, കർത്താവ് നിൻ്റെ ഭർത്താവാണ്. അപ്പം സിയോൻ ജനമേ, സീനായി മലയിൽ ഞാനൊരു പാട്ട് എഴുതി, ഞാൻ മറന്നുപോയി. സിയോൻ ജനമേ കൃപ എന്നും നിൻ്റെ അവകാശം, സീനായി മലമേൽ പ്രിയൻ അന്നു നിന്നെ വധുവാക്കി. ഉടമ്പടിയുടെ അന്ന് കല്യാണം നടന്നത്. അതായത് ശരിക്കും പറയുന്നത് ഈ യഹൂദ കല്യാണത്തിൻ്റെ അതേ പാറ്റേണിലാണ് സീനായി ഉടമ്പടി. ശരിക്കും ദൈവവും ജനവും തമ്മിലൊരു വിവാഹം നടന്നത്. അപ്പോൾ അതിങ്ങനെ പഠിച്ചു വന്നപ്പം എന്നെ തിരുവനന്തപുരത്തുള്ള പ്രിയപ്പെട്ട അച്ഛൻ എന്നെ പഠിപ്പിച്ച് ഈ ഉത്തമഗീതം പഠിപ്പിച്ചു. അപ്പോൾ എന്നിട്ട് ഉത്തമഗീതം വായിക്കാനുണ്ട്. അന്നാണ് ഞാനും വായിക്കുന്നത്. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞിങ്ങനെ ഒരു പേന എടുത്ത് വെച്ചിട്ട് വായിക്കാൻ. പേന എടുത്ത് പേപ്പർ എടുത്ത് വെച്ചിട്ട് വരൻ ഇങ്ങനെ കോളം, വധു ഇങ്ങനെ കോളം ഇടണം. എന്നിട്ട് എന്നോട് ഉത്തമഗീതം വായിക്കാൻ പറഞ്ഞു. എന്നാന്നറിയോ, പക്ഷെ അച്ഛൻ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിൽ ഉത്തമഗീതം മുഴുവനും ഈ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ കാണിക്കുക. അപ്പോൾ ആ ഭാര്യ ഭർത്താക്കന്മാർ നാവെടുത്താൽ തൻ്റെ പങ്കാളിയെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. അപ്പം ഭർത്താവ് പ്രിയം പറയുക, കണ്ടാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ടാലും സകലവിധ നന്മകളും പൂത്തുലയുന്ന സുഹൃതവഞ്ചന തോട്ടമാണ് എൻ്റെ പെണ്ണ്. ഉടനെ അവൾ ചാടി എണിച്ച് പറയുകയാണ്, അല്ലയോ തോഴിമാരെ കണ്ടാലും പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവാണ് എൻ്റെ പ്രാണപ്രിയൻ. ഉടനെ അവൻ പറയുകയാണ്, ഭർത്താവ് പറയാണ്, എൻ്റെ പ്രിയ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടമാണ്. ഉടനെ അവൾ പറയുകയാണ്, ഗദറായ മലമ്പ്രദേശത്ത് മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാട്ടൻ പറ്റങ്ങളെപ്പോലെ സമൃദ്ധമാണ് എൻ്റെ പ്രാണപ്രിയൻ്റെ മുടിയിഴകൾ. അപ്പോൾ അവൻ പറയുകയാണ്, പ്ലീസ് സ്റ്റാൻഡപ്പ്. ബോണിയോടല്ല, നീ പ്രിയന കൂട്ടുകാരനോട് പറഞ്ഞല്ലേ, പ്ലീസ് സ്റ്റാൻഡപ്പ്, നീ എണീറ്റ് നോക്ക്, എൻ്റെ പ്രാണപ്രിയനെ, എൻ്റെ പെണ്ണിനെ നീ നോക്ക്, അവിടെ വിരൽത്തുമ്പിൽ നിന്നും മീറത്തുള്ളികൾ ഇറ്റ് വീഴുന്നു. ഇങ്ങനെ തമ്മിൽ ആദരിക്കുന്ന മത്സരമാണ് ഉത്തമഗീതം. നല്ല വാക്കുകൾ മാത്രം പറയുന്ന മത്സരം, നല്ലത് മാത്രം പറഞ്ഞിട്ട് പറയുക അവൻ്റെ ആബ്സെൻസിലും അസാന്നിധ്യത്തിലും ഞാൻ സന്തോഷവാനാണ്. അവൻ അയർലൻഡിലാണെങ്കിലും എനിക്ക് വേറൊരു ലൈഫില്ല. എൻ്റെ ഭാര്യ റിയാദിലാണെങ്കിലും
എനിക്ക് വേറൊരു ലൈഫില്ല, ഇത് വായിച്ചു കഴിഞ്ഞ് ഇന്നത്തെ ജീവിതമാണ്. അപ്പം ഞാൻ എഴുതിയതാണ് മണവാട്ടിയായ കുയിലേ. വല്ല വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? കൊത്തിക്കുറിച്ചതാ. മണവാട്ടിയായ കുയിലേ കനിവിൻ്റെ പാട്ടുമോളൂ, മയിൽ പോലെ എൻ്റെ ഉള്ളിൽ അലിവിൻ്റെ പീലി വീശു, മാലാഖമാർ വീണകൾ മീട്ടിപ്പാടുന്നു, പ്രിയഗാനം പോലെ നീ ഇന്നെന്നിൽ ചേരുമ്പോൾ, ഇരുഹൃദയങ്ങൾ തിരുഹൃദയത്തിൽ ചേക്കേറുന്നൊരു മനമായി. അതുകൊണ്ട് അതിൻ്റെ ബാക്കിയൊക്കെ കണ്ടു. അതായത് ഷാരോണിൽ വിരിയുന്ന പനിനീർപ്പുവാണെൻ്റെ കൂടാരവാതിൽക്കൽ നീ പൂമുഖവാതിൽക്കൽ സ്നേഹം വിട എന്നൊക്കെ എത്രയോ കാലം മുമ്പ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു. ഷാരോണിൽ വിരിയുന്ന പനി. ഇപ്പം കൃത്യം ഞാൻ മാറ്റി എഴുതിയതാണെങ്കിലും ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ എൻ്റെ കൂടാരവാതിക്കൽ എന്തെല്ലാം രസമാണ് എഴുതി വെച്ചിരിക്കുന്നത്. എത്രയോ എൻ്റെ ഓമനെ, നീ സർവാംഗ സുന്ദരിയാണ്, നീ എത്ര അവികലയാണ്. മണവാട്ടി, ലെബനോനിൽ നിന്ന് നീ എൻ്റെ കൂടെ വരിക. വെയിലാറി നിഴൽ മായുമ്പോൾ ദുഃഖം വരുമ്പം, നല്ല ചൂടൊക്കെ പോയി വേദനയൊക്കെ ആകുമ്പോഴും, മീറാമലയിലും കുന്തിരിക്കുന്നിലും ഞാൻ നിൻ്റെ കൂടെ വരാം. കൂടെ ഉണ്ടാകും. ഷാരോണിൽ വിരിയുന്ന പനിനീർപ്പുവാണെൻ്റെ കൂടാരവാതിൽക്കൽ നീ. കേദാറിൻ പുൽമേട് പ്രിയഗേഹമാക്കുന്ന. അപ്പം അത് മറുപടി അവൾ പറയുന്ന, കലമാൻ കുരുന്നാണു നീ എൻ്റെ ഓമനേ വാ, ഇനിയൊന്നു ചേർന്ന് പാടാം. യേശുവിൻ്റെ വഴിയിൽ ഒരു തീർത്ഥയാത്ര പോകാം, സുഖവും മിഴിനീർ മലരും ചേരും യാഗമീ ജീവിതം. സുഖവും മിഴിനീർ മലരും ചേരും യാഗമീ ജീവിതം. മണവാട്ടിയായ കുയിലേ കനിവിൻ്റെ പാട്ടുമോളൂ, മയിൽ പോലെ എൻ്റെ ഉള്ളിൽ അലിവിൻ്റെ പീലി വീശു, മാലാഖമാർ വീണകൾ മീട്ടിപ്പാടുന്നു, ഋതുഗാനം പോലെ നീ നിന്നിൽ ചേരുമ്പോൾ, ഇരുഹൃദയങ്ങൾ തിരുഹിതമൊത്തു ചേക്കേറുന്നൊരു മനമായി. മണവാട്ടിയായ കുയിലേ കനിവിൻ്റെ പാട്ടുമോളൂ, മയിൽ പോലെ എൻ്റെ ഉള്ളിൽ അലിവിൻ്റെ പീലി വീശു. ഷാരോണിൽ വിരിയുന്ന പനിനീർപ്പുവാണെൻ്റെ കൂടാരവാതിൽക്കൽ നീ. കേദാറിൽ പുൽമേട് പ്രിയഗേഹമാക്കുന്ന കലമാൻ കുരുന്നാണു നീ. സ്നേഹമാധവങ്ങൾ ഉള്ളിൽ പൂത്തുലഞ്ഞിടുമ്പോൾ, ദിവ്യദാനമായി എന്നെ നിന്റെ കയ്യിലേകാം. നമ്മൾ ചേരും വഴിയിൽ ദൈവം സ്നേഹകാവലാകും. നമ്മൾ ചേരും വഴിയിൽ ദൈവം സ്നേഹകാവലാകും.
മണവാട്ടിയായ കുയിലേ കനിവിൻ്റെ പാട്ടുമോളൂ. മയിൽ പോലെ എൻ്റെ ഉള്ളിൽ അലിവിൻ്റെ പീലി വീശൂ. മരണത്തെക്കാളേറ്റം ദൃഢമായ സ്നേഹത്താൽ ഉണരുന്നു നിന്നെ മനം. വെയിലാറി നിഴൽ വീണ ജീവന്റെ പന്താവിൽ തുണയായ മണിദീപം നീ. നിൻ കരത്തിൽ ഞാനും അടയാളമായി മാറി. നിന്റെ സ്നേഹമൃതായി ഇനി എൻ്റെ ഉള്ളിൽ മഴയായി. സുഖവും മിഴിനീർ മലരും ചേരും യാഗമീ ജീവിതം. സുഖവും മിഴിനീർ മലരും ചേരും യാഗമീ ജീവിതം. മണവാട്ടിയായ കുയിലേ കനിവിൻ്റെ പാട്ടുമോളൂ. മയിൽ പോലെ എൻ്റെ ഉള്ളിൽ അലിവിൻ്റെ പീലി വീശൂ. മാലാഖമാർ വീണകൾ മീട്ടിപ്പാടുന്നു. ഋതുഗാനം പോലെ നീ നിന്നിൽ ചേരുമ്പോൾ ഇരുഹൃദയങ്ങൾ തിരുഹിതമൊത്തു ചേക്കേറുന്നൊരു മനമായി. മണവാട്ടിയായ കുയിലേ കനിവിൻ്റെ പാട്ടുമോളൂ. മയിൽ പോലെ എൻ്റെ ഉള്ളിൽ അലിവിൻ്റെ പീലി വീശൂ. അച്ഛാ, ആദ്യം കേട്ടപ്പോൾ ഞാൻ സിനിമാ പാട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഒരു മഹത്വം. ശരിക്കും അങ്ങനെയുള്ള ഒരു പാട്ടുകൾ നമുക്ക് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇടയാലച്ചിൽ നിന്നും മറ്റ് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബജീവിതം എനിക്ക് തോന്നുന്നു കുറച്ച് പാട്ട് കേട്ടിട്ടുണ്ട്. ഈശോ വസിക്കും കുടുംബം ഞാനും കുറച്ച് എഴുതിയിട്ടുണ്ട്. ഭവനം നാഥൻ പണിയുന്നില്ലേൽ. പക്ഷേ അതിന് ശേഷം ഈ തിയോളജി പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഈ ഉത്തമഗീതത്തിൽ അത്ഭുതം കണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് എഴുതാൻ കാര്യം. എന്നാണെന്നറിയുമോ, ഈ നമ്മൾ സംസാരിച്ചില്ലേ ഇപ്പോൾ ഈ ഉത്തമഗീതം മുഴുവൻ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ ആദരിച്ച് മത്സരിക്കുകയെന്ന്. ഈ വാക്യം കണ്ടോ, ഉത്തമഗീതം 8:6. ശരിക്കും പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്. അതിൻ്റെ തീജ്വാലകളാണ്. അത് ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല. ഇങ്ങനെയാണ് എട്ടാം അധ്യായം തീരുക. അത് എഴുതി തീർന്നു എഴുതി തീരുക. അപ്പോൾ എഴുതി തീരുമ്പോൾ പറയുന്നതാണ് ഈ ഭാഗം. ഒരു സിഗ്നേച്ചർ സെൻറ്റൻസാണ്. അപ്പോൾ ശരിക്കും ഹെബ്രായ ബൈബിളിൽ, ആദ്യത്തെ ബൈബിളിൽ ഞാൻ പഠിച്ചതനുസരിച്ച് വെറും പ്രേമമൊന്നല്ല കിടക്കുന്നത്. ഈ പ്രേമം മരണം പോലെ ശക്തമൊന്നുമല്ല, മരണത്തെ തോൽപ്പിക്കുമെന്ന്. ഏത് പ്രേമമാണ്? ഏത് പ്രേമം മരണത്തെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്? ഈ പ്രേമം. ഏത് പ്രേമം? തമ്മിൽ ആദരവിൻ്റെ സ്നേഹം. അപ്പോൾ തമ്മിൽ ആദരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും മരണത്തെ തോൽപ്പിക്കും. സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അതിനകത്ത് എഴുതിയിട്ട് എനിക്ക് എപ്പോഴും പാടാത്തതുകൊണ്ടേ, മരണത്തെക്കാളേറ്റം ദൃഢമായ സ്നേഹത്താൽ പുണരുന്നു നിന്നെ മനം. വെയിലാറി നിഴൽ വീണ് ജീവന്റെ പന്താവിൽ തുണയായ മണിദീപം നീ.
നിൻ കരത്തിൽ ഞാനും അടയാളമായി മാറി. നിന്റെ സ്നേഹം അമൃതായി ഇനി എൻ്റെ ജീവൻ അലിവായി. സുഖവും മിഴിനീർ മലരും ചേരും യാഗമി ജീവിതം. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മുമ്പിലുള്ള ഈ ഭാര്യയും ഭർത്താവും അവരിതൊന്ന് പാടുന്നത്, ഭാര്യയും ഭർത്താവിനെയും പോലെ അനുഭവിച്ച് പ്രാർത്ഥിച്ച് അവരൊന്ന് പാടുന്നത് കണ്ടു നോക്കിക്കേ. ഈ അച്ഛൻ വായിച്ച് കേൾപ്പിച്ചില്ലേ, ശുദ്ധമായൊരു പ്രണയം വളരെ ബലമുള്ളതാണെന്ന് ഇന്നത്തെ ദമ്പതികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ വചനം ഒന്നും വായിച്ചോട്ടെ. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം മരണത്തെ തോൽപ്പിക്കുമെന്നാണ് ഞാൻ ഉണ്ടാക്കി പഠിച്ചതാണ് കേട്ടോ. ഇത് തന്നെ ബൈബിള് പഠിച്ച പണ്ഡിതൻ പഠിപ്പിച്ചിരിക്കുന്ന. അപ്പോൾ അതാണ് യഥാർത്ഥ ഹിബ്രു ബൈബിളിൽ യഥാർത്ഥ ഒറിജിനൽ റോളിൽ ഈ തുകൽ ചുരുളിലെ വാക്കെടുത്താൽ മരണത്തെപ്പോലെ ശക്തമൊന്നല്ല, പ്രേമം മരണത്തെ തോൽപ്പിക്കുമെന്നാണ്. ഞാനിങ്ങനെ നമ്മുടെ കർത്താവേ, വീണും മുഖം പൊട്ടിയും പൊട്ടും വൃണങ്ങളിൽ ചാട്ടതേരട്ടയായി ഓടി നടന്നും കയ്പ് കുടിച്ചും തുണി ഉരിയപ്പെട്ടും മുൾമുടി ചാർത്തപ്പെട്ടും കഷ്ടപ്പെട്ട് നേടിയ രക്ഷയുടെ ഫലം, അതായത് മരണത്തെ തോൽപ്പിക്കുക എന്ന ഫലം. വീണും കഷ്ടപ്പെട്ടും കയ്പ് കുടിച്ചും നിലവിളിച്ചും വീണിഴഞ്ഞും അടിച്ച് തകർക്കപ്പെട്ടും നേടിയെടുത്ത രക്ഷയുടെ ഫലം, മരണത്തെ തോൽപ്പിക്കുക എന്ന ഫലം. പരസ്പരം സ്നേഹിച്ചും ലാളിച്ചും മൃദുല സ്നേഹം കൊടുത്തും സന്തോഷം അനുഭവിച്ചും ദ സെയിം റിസൾട്ട്, അതേ ഫലമാണ് ഒരു ഭാര്യയും ഭർത്താവും. എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഭാര്യയും ഭർത്താവും ദാമ്പത്യത്തിൽ ആദരിച്ച് സ്നേഹിക്കുമ്പോൾ കർത്താവ് കുരിശെടുത്ത് കയ്പ് കുടിച്ചുണ്ടാക്കിയ അതേ രക്ഷയുടെ ഫലമാണ് ഭൂമിക്ക് കൊടുക്കുന്നത്. മരണത്തെ തോൽപ്പിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വീടുകളിൽ മരണകരമായ വലിയ തകർച്ചകൾ മാറിപ്പോകും. മരണത്തെക്കാളേറ്റം ദൃഢമായ സ്നേഹത്താൽ പുണരുന്നു നിന്നെ മനം. അതുകൊണ്ട് തന്നെ വെയിലാറി നിഴൽ വീണ ജീവന്റെ പന്താവിൽ നീ എനിക്ക് തുണയായ മണിദീപം, നീ നിൻ കരത്തിൽ ഞാനും അടയാളമായി മാറി. നിന്റെ സ്നേഹം അമൃതായി ഇനി ഞാനത് മറന്നുപോയി. ഏതായാലും സുഖവും മിഴിനീർ മലരും ചേരും യാഗമീ ജീവിതം. സുഖവും മിഴിനീർ മലരും ഒക്കെ ഉള്ള ഒരുമിച്ചുള്ള യാത്രയാണ്. കാരണം ഇവിടെ നമുക്ക് രക്ഷയുടെ ഫലം ഉറപ്പാണ്. അച്ഛൻ പറഞ്ഞല്ലോ, ഈ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ആദരിക്കുന്നു. അത് ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലല്ലോ. അതിപ്പം എൻ്റെ ഭാര്യ ലീലാമേ എന്നേ അവളുണ്ടാക്കിയതാ കേട്ടോ ഈ നെയ്യപ്പമൊക്കെ. ഇതൊക്കെ ഏത് പൊട്ടന്മാരും പറയുന്ന കാര്യമില്ല. അതൊന്നുമല്ലോ ആദരവാണ്. ആദരവ് തെളിയിക്കേണ്ടത് ദാമ്പത്യധർമ്മത്തിലാണ്. അതായത് ഏതവനും കടുത്ത ദാഹം വരുമ്പോഴും ഈ വിശപ്പ് വരുമ്പോഴും ശാരീരിക മോഹങ്ങൾ വരുമ്പോഴും ഏതവനിപ്പം ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നല്ല ദാഹമാണെങ്കിൽ ബോണി പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ വെള്ളം എടുത്ത് കുടിക്കും, എനിക്ക് പരവേശം കൊണ്ട് നിൽക്കാൻ മേല. അപ്പം അങ്ങനെ അവനവൻ്റെ ശരീരം കൊതിക്കുമ്പം കടുത്ത ദാഹം പോലെ പരവേശം പോലെ വിശപ്പ് പോലെ എന്നാണ് ശരീരത്തിൻ്റെ മോഹങ്ങൾ. അവനവൻ്റെ ശരീരത്തിൻ്റെ മോഹത്താൽ പിടയുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒരു ചലനമായിരിക്കണം ആദ്യം. അതാ റെസ്പെക്റ്റ്. അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഇതാ റെസ്പെക്റ്റ്. അപ്പോൾ ആദരവെന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ കുറച്ച് 16 ഗുണങ്ങൾ ഇടുന്നോ പിന്നെങ്കിൽ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നൊന്നുമല്ല. അതൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിന് ജൂബിലിക്ക് കയറി എൻ്റെ ഭാര്യയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നതുമല്ല. അത് കാണിക്കേണ്ടത് നിൻ്റെ സ്നേഹം. നിനക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ച് നിൽക്കുമ്പോൾ നീ വെള്ളം എടുത്ത് കൊടുക്കുന്ന പോലെ ദാമ്പത്യത്തിലെ ഒരു സ്നേഹത്തിൻ്റെ ചലനം പോലും നിനക്ക് വേണ്ടി ആവരുത്. അപ്പം ബോണിയുടെ പങ്കാളി ആരാ? ലിജി അല്ല.
എൻ്റെ ശരിക്കുള്ള പങ്കാളി. അവർക്ക് വല്ല തെറ്റിദ്ധാരണ ഉണ്ടാകും, വേറെ വല്ല ഭാര്യമാരുണ്ടാകും. അതെ അതെ അതെ. ലിജി പങ്കാളി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഭാര്യയാണ്. പക്ഷേ ബൈബിൾ അനുസരിച്ച് യഥാർത്ഥ ഭർത്താവ്, യഥാർത്ഥ പങ്കാളി ദൈവമാണ്. എന്ന് വെച്ചാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദത്തെ ദൈവം സൃഷ്ടിക്കുന്നത് ഏതാണ്ട് ഹൃദയ പങ്കാളിയെ പോലെയാണ്. ഇത് ഭാവനയല്ല. ആദം മാത്രം ദൈവത്തിൻ്റെ കാലേ വീഴുന്നില്ല. ഉണ്ടോ? ബലിയർപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ ബലിയർപ്പിക്കുന്നില്ല, ആദം മാത്രം ബലിയർപ്പിക്കുന്നില്ല. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. സായന്തനങ്ങളിൽ ദൈവവും ആദവും വിരൽ ചേർത്തും മനം ചേർത്തും കുളിരാർന്ന ഏതെൻ്റെ ഇടവഴികൾ തോറും ഉലാത്തിയിരുന്നു. ആരെ പോലെ? കൂട്ടുകാരെ, പങ്കാളികളെ പോലെ ബൈബിളിൽ കിടക്കുന്ന അവർ ഈ സായന്തനങ്ങളിൽ ചെറുവർത്താൻ. അപ്പോൾ ഈ പുതിയ തിയോളജി പറയുന്നത് ഇതൊരു റൊമാൻറ്റിക് ഇമേജറിയാണ്. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനെ ആദ്യം ആക്കി വെക്കുന്നത് തൻ്റെ ഹൃദയ പങ്കാളിയുടെ സ്ഥാനത്ത് അത്ര ഉയരത്തിലാണ്. പക്ഷേ ദൈവം ഇങ്ങനെ മാറി നോക്കി അത്തിമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ. അപ്പോൾ അവൻ സിംഹത്തിൻ്റെ ജട പിടിച്ച് പറിക്കുന്നു, പാമ്പിനെ മാല പോലെ അണിയുന്നു, പരുന്തിൻ്റെ ചിറകെ പിടിച്ച് പറക്കുന്നു. പക്ഷേ എന്നിട്ടും മുഖത്തൊരു ദുഃഖം. അപ്പം ദൈവത്തിന് പിടികിട്ടി ഈ കയ്യെത്തി ഇങ്ങനെ തൊടാൻ പറ്റുന്ന ആളല്ല ദൈവം. അവൻ സമയത്തിനപ്പുറം ഞാൻ, അവൻ കാലത്തിൽ, ഞാൻ കാലത്തിനിപ്പുറം. അപ്പം കാലത്തിൻ്റെയും സമയത്തിൻ്റെയും ഉള്ളിൽ കയ്യെത്തും ദൂരത്തും കണ്ണെത്തും ദൂരത്തും ഉള്ള ഒരാളെ തനിക്ക് പകരമായി ദൈവം വെച്ചതാണ് ലിജി. അപ്പോൾ ലിജിയുടെ കയ്യെ പിടിക്കുമ്പം സത്യത്തിൽ ആരുടെ കയ്യിലാണ് പിടിക്കുന്നത്? ദൈവത്തിൻ്റെ. ദൈവമെന്ന. അതുകൊണ്ടാണ് ജോൺ പോൾ പറയുന്നത് നിങ്ങൾക്ക് ഒട്ടിയിരിക്കാനും ഏറ്റവും സന്തോഷിക്കാനും നിങ്ങൾക്ക് നിരന്തരം ലാളിച്ച് സ്നേഹിക്കാനും നിങ്ങൾക്ക് സ്വപ്നം കണ്ടതിനപ്പുറം ഫാർ മോർ ദാൻ യു തോട്ട്, ഫാർ മോർ ദാൻ യു എക്സ്പെക്റ്റഡ്, നീ ചിന്തിച്ചതിനപ്പുറം ഒരു പങ്കാളിയെ കിട്ടിയെന്നിരിക്കട്ടെ. ഇപ്പം നീ പ്രതീക്ഷിച്ചത് ഒരു ജനറൽ നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ കിട്ടിയത് ജനറൽ നേഴ്സിംഗും അല്ല, BSc നേഴ്സിംഗ് പഠിച്ച 4 ഭാഷ അറിയാവുന്ന അയർലൻഡിൽ ഉണ്ടോ, ഒത്തിരി പ്രതീക്ഷയ്ക്കപ്പുറം കിട്ടി. അപ്പം നമ്മൾ തങ്കവും പൊന്നും പോലെ ഒത്തിരി സ്നേഹിച്ചാലും ഇടയ്ക്കൊരു ശൂന്യത വരുമെന്ന് മാർപ്പാപ്പ പറയുക, ഞാനല്ല, നമ്മുടെ ജോൺ പോൾ പറയുക, വിശുദ്ധ ജോൺ പോൾ. അപ്പം എന്നിട്ട് പറയുക, ദമ്പതിമാരെ നിങ്ങളങ്ങനെ തങ്കക്കുടം പോലെയും പൊന്നുംകുടം പോലെയും സ്നേഹിച്ച് പ്രതീക്ഷയ്ക്കപ്പുറം കിട്ടിയ ഈ പങ്കാളിയോടൊപ്പം നല്ല അടിച്ചുല്ലസിച്ചാലും ഇടയ്ക്കൊരു ശൂന്യത പാമ്പ് പോലെ വരും. പേടിക്കരുത്, അതൊരടയാളമാണ്, ദുരന്തമല്ല. കാരണം നീ അപ്പോൾ അറിയണം, നിങ്ങൾ എത്രമാത്രം തമ്മിൽ സ്നേഹിച്ചാലും ദർസ് എ ലിമിറ്റേഷൻ. ദൈവമാണ് നിൻ്റെ പരമ പങ്കാളി. അതുകൊണ്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, എൻ്റെ ഓമനേവാ ഇനിയൊന്ന് ചേർന്ന് പാടാം, യേശുവിൻ്റെ വഴിയിൽ ഒരു തീർത്ഥയാത്ര പോകാം. പ്രാണപ്രിയൻ യേശുവാണ്. സുഖവും മിഴിനീർ മലരും ചേരും യാഗമീ ജീവിതം. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം ലിജി എന്നെ ഫോൺ വിളിച്ച് പറയാൻ തോന്നും, ബോണി നല്ലവനായിരുന്നു അച്ഛാ, പക്ഷേ ഈ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം സ്റ്റിൽ മോർ ഗുഡ് എന്ന് പറയും എന്നെനിക്ക് തോന്നുന്നു. വെച്ചാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് തരും ഈ പാട്ട്. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണം. അതെ അതെ, നമ്മൾ ബോണി മാത്രമല്ല എല്ലാവരും അങ്ങനെ ആവട്ടെ. അപ്പോൾ തന്നെ പുരോഹിതനായ എനിക്ക് അതിലൂടെ സന്ദേശമുണ്ട്. ദൈവത്തെ പങ്കാളി ആക്കിയതുപോലെ ജീവിക്കേണ്ടവനാ. മൽപ്രിയനേ എന്നേശു നായകനേ, പ്രിയനെപ്പോലെ കർത്താവിനെ കണ്ട് ആത്മമണവാളനായി കണ്ട് ജീവിക്കേണ്ടവനാണ് ഒരു പുരോഹിതൻ, ഒരു സന്യാസി. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് സ്നേഹം പങ്കുവിടുമ്പം നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാവണം, ദൈവമേ എളുപ്പമല്ല ഒരു പുരോഹിതന്, ഒരു സന്യാസിക്ക് ദൈവത്തെ ഇങ്ങനെ അങ്ങ് ചുമ്മാ പങ്കാളിയാക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഈ പാട്ട് പാടി സ്നേഹിക്കുമ്പം നിങ്ങൾ വൈദികരെയും സന്യസ്തരെയും ഓർക്കുകയും അവർ ദൈവത്തെ മണവാളനായി കണ്ട് ജീവിക്കാൻ തക്ക ഒരു ആത്മീയ നിറവ് കിട്ടാൻ ആരെയും പഴിക്കാതെ, ഒരു വൈദികൻ്റെ കുറവ് കേൾക്കുമ്പം നിങ്ങളറിയണം ദൈവത്തെ പങ്കാളിയായിട്ട് ജീവിക്കാൻ അത്ര എളുപ്പമല്ല. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഒരു ലൈംഗികതയ്ക്കൊക്കെ അപ്പുറമേ എല്ലാവരും ഉണ്ടെനിക്കെന്നാലും എപ്പോഴും വല്ലാത്ത ദാഹമാണുള്ളിൽ. മിഴിനീരുമായി അൾത്താരത്തൻ മുമ്പിൽ ഞാനിരുന്നുരുകി,
എന്നോർമ്മയിൽ മലരും മുറിവും ഇടകലർന്നൊന്നായി പെരുകി. ജീവിതം പാഴായോ എന്ന് പോലും ചിന്തയായേറി. ആരുമേ സ്വന്തമായി ഇല്ല എന്നും തോന്നലേറി. നീ മാത്രം ആശ്വാസമായി മിഴിനീരുമായി അൾത്താരത്തൻ മുമ്പിൽ ഞാനിരുന്നുരുകി. എഴുതാനിട വന്നതിൻ്റെ കാര്യം ചിലപ്പോഴൊക്കെ ആരുമില്ല, ദൈവമില്ല, ആരുമില്ല, കൂടെയില്ല എന്ന ചിന്ത. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അപ്പോൾ എന്ന് വ്രണിത ഹൃദയത്തോടെ പറയുന്ന പുരോഹിതർക്കും സന്യസ്തർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് കൂടി സൂചനയുണ്ട് ഈ പാട്ടിൽ. ഈ അച്ഛൻ ഈ പാട്ട് പാടിയതുകൊണ്ട് അതിലൊരു വരി ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ ഓർമ്മയിലേക്ക് വരികയായിരുന്നു. അതിദിവ്യമാം പ്രണയഭാവത്തോടെ. അതിദിവ്യമാമൊരു പ്രണയഭാവത്തോടെ ബലിപീഠം ഞാൻ ഇന്നു മുത്തിടട്ടെ. അവസാന ബലി പോലെ ഓരോ ബലിയും അർപ്പിക്കാൻ ഒരുങ്ങിടട്ടെ. ദ സെയിം പ്രണയ വാക്ക് വെച്ചിരിക്കുന്നുണ്ട്. അതായത് ദൈവം എത്ര കൃത്യമായി. അപ്പം ബലിപീഠത്തോട് അച്ഛനൊരു പ്രണയഭാവം അല്ലേ, ഒരു പ്രണയം. അവിടെ ഒരു സംതൃപ്തി കിട്ടണം. അതൊരു വൈദികന് കിട്ടാൻ പരസ്പരം ദമ്പതിമാരായ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ ശക്തി. ബോണി ലിജിയുടെ കൈ പിടിച്ചിട്ട് പറയണം, മോളെ, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തതയും സ്നേഹവും സന്തോഷവും നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് മിശിഹായിൽ ലഭിക്കട്ടെ, ബലിപീഠ ശുശ്രൂഷയിൽ ലഭിക്കട്ടെ. നമ്മുടെ സന്യസ്തർ ഈശോ എന്ന മണവാളനിൽ അനുരക്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നോക്കിക്കേ, എവ്രിതിങ് കൺവേർജസ്, എല്ലാം ഒരു സെൻറ്ററിലേക്ക് കൺവേർജ് ചെയ്യും. സഭയപ്പം തുടിക്കും. 7 കുതിരകളെ പൂട്ടിയ സ്വർണ്ണരഥത്തിൽ നമ്മുടെ മണവാളൻ ഇങ്ങോട്ട് പളുങ്കുകടലിൻ്റെ മീതെ പറന്നിറങ്ങി വരും. മണവാട്ടിയായ കുയിലേ, കനിവിൻ്റെ പാട്ടുമൂളൂ, മയിൽ പോലെ എൻ്റെ ഉള്ളിൽ അലിവിൻ്റെ പീലി വീശു. അപ്പോൾ നമ്മളെ ഇന്ന് കേട്ട എല്ലാവർക്കും അലിവിൻ്റെ പീലി വീശുന്ന ഒരു നനുത്ത അനുഭവം ദാമ്പത്യത്തിൽ നേരുന്നു. ഒപ്പം എല്ലാ പുരോഹിതർക്കും ഞങ്ങൾ ദമ്പതികളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന്, ബലിപീഠത്തോട് പ്രണയം അതെ ഉണ്ടാകുമെന്ന് എല്ലാ പ്രേക്ഷകരായ ദമ്പതികൾക്കും വേണ്ടി ഞാൻ അച്ഛൻ ആശംസിക്കുന്നു. പരസ്പരം നമുക്ക് ദാമ്പത്യത്തെ അഭിനന്ദിക്കാം, പൗരോഹിത്യത്തെ ആശ്ലേഷിക്കാം. അങ്ങനെ കരങ്ങളടിച്ച് ഇന്നത്തെ പങ്കുവയ്ക്കലും വർത്തമാനം അവസാനിപ്പിക്കാം. താങ്ക് യു ഷാജി അച്ഛൻ. മണവാട്ടിയായ കുയിലേ, കനിവിൻ്റെ പാട്ടുമോളൂ, മയിൽ പോലെ എൻ്റെ ഉള്ളിൽ അലിവിൻ്റെ പീലി വീശു. മാലാഖമാർ വീണകൾ മീട്ടിപ്പാടുന്നു, ഋതുഗാനം പോലെ നീ നിന്നിൽ ചേരുമ്പോൾ ഇരുഹൃദയങ്ങൾ തിരുഹിതമൊത്തു ചേക്കേറുന്നൊരു മനമായി. മണവാട്ടിയായ കുയിലേ, കനിവിൻ്റെ പാട്ടുമൂളൂ, മയിൽ പോലെ എൻ്റെ ഉള്ളിൽ അലിവിൻ്റെ പീലി വീശൂ.